അമ്പലത്തിലേക്ക് ചെന്ന് അവിടെ നമ്മൾ തൊഴുത് കഴിഞ്ഞപ്പോഴേ നമുക്ക് പകുതി കൂടുതൽ ആശ്വാസം. എന്നിട്ട് അവിടെ ഒരു സ്റ്റേജിൽ ഡാൻസും ഉണ്ടായി. അപ്പോൾ അവിടെ നമ്മുടെ അനിയൻ ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ റൂമിൽ കയറിയപ്പോൾ അവിടെ മുരുകനും ശിവനും കൃഷ്ണനെല്ലാമായിട്ട് പിള്ളേരെല്ലാം ഒരുങ്ങി നിൽപ്പുണ്ടായി. അങ്ങനെ അവൻ വലത്തിന് വേണ്ടി അങ്ങോട്ട് പോയി. അമ്മേൻ്റെ ഫ്രണ്ട്സിനെല്ലാം അവിടെ വെച്ചിട്ട് അമ്മേൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം മിണ്ടുമായിരുന്നു. അപ്പുറത്തെ സൈഡിൽ കൃഷ്ണനും മുരുകനും ശിവനെല്ലാം കൂടി എന്തോ വലിയ പരിദൂഷണത്തിലായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കും പറയണമല്ലോ. അങ്ങനെ നമ്മളും കുറച്ചിരുന്ന് സംസാരിച്ചു. മറ്റേ സൈഡിൽ അടിപൊളി ഗാനം നടക്കിയിരുന്നു. പിന്നെ നമുക്ക് അവിടെ ഒരു ക്യൂട്ട് കുട്ടീനെ ഫ്രണ്ടായിട്ട് കിട്ടി. പിന്നെ അങ്ങനെ വലത്തിൻ്റെ സമയമായപ്പോൾ പിള്ളേരെല്ലാവരും സെറ്റ് ചെയ്ത് വെച്ച് വലത്തും തുടങ്ങി. ഇതവിടെ വെച്ചോണ്ടൊരു ക്യൂട്ട് കാഴ്ചയായിരുന്നു ഗൈസ്. ഇതാ സാധനം വാങ്ങാതെ അച്ചക്കൻ അവിടെ നിന്ന് അവനെ കൊണ്ട് കൊമ്പള പിടിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ അവൻ്റെ സന്തോഷം എന്തോ വെച്ച് കൊടുക്കുകയായിരുന്നു. പിന്നെ കുറേ നേരം അവനോട് നിന്ന് ബബിൾസ് എല്ലാം വിട്ട് കളിച്ച് അപ്പോഴാണ് അമ്മ വന്നിട്ട് കഞ്ഞി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ഫുഡായിരുന്നു. പിന്നെ നമ്മൾ കഴിച്ചില്ല. അപ്പോഴും ഇവരുടെ ചർച്ച അവിടെ നടക്കുക. അങ്ങനെ നമ്മൾ കഞ്ഞിയെല്ലാം കുടിച്ച് ഹോസ്റ്റലിലെ ക്ലോറിൻ കഞ്ഞി കുടിച്ച് ആ കഞ്ഞി നമുക്ക് സ്വർഗ്ഗം കഴിച്ച ഫീലായിരുന്നു. ഈ തള്ള വൈബെല്ലാം കൂടെ എങ്ങോട്ടാണ് നടന്ന് പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ഈ തിരുവാതിരെല്ലാം നടപ്പുണ്ടായിരുന്നു. പക്ഷേ അതൊരു മത്സരമായിരുന്നു. അപ്പോൾ കല്ലുവിനെ അവിടെ കാണിച്ചു തരിക, 4 ടീമുണ്ട്. ആ പച്ച ഉടുപ്പിട്ടത് വേറെ, നീല ഉടുപ്പ്, അങ്ങനെയല്ല. എനിക്കതെല്ലാം ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. പക്ഷെ അവളവിടെ നിന്ന് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തതെല്ലാം കാണുമായിരുന്നു. അടിച്ചുകൊണ്ട് നമ്മൾ മാറി അവിടെ ഇരുന്ന്. പിന്നെ അമ്മ പോകാൻ നേരത്ത് നമുക്കൊരു മാംഗോ ബാർ വാങ്ങി തന്നു. അപ്പോൾ